മക്കളെ വിടുന്നു. അവരെ കൽബിൽ, പൗരോഹിത്യത്തിന്റെ കൽബിൽ, ഭരണകൂടത്തിന്റെ കൽബിൽ അല്ലാഹ് സീല് വെച്ച് കഴിഞ്ഞു. അന്ത്രോത്ത് ദ്വീപിലെ സാധാരണക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കൾക്ക് അല്ലാഹ് കൊടുത്തത് ആരും ഇടയ്ക്ക് നിർത്തിയിട്ടല്ല, ക്രിസ്ത്യാനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ഇടയ്ക്ക് നിർത്തിയിട്ടല്ല, ജൂതന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ഇടയ്ക്ക് നിർത്തിയിട്ടല്ല, മജൂസികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ഇടയ്ക്ക് നിർത്തിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ഇടയ്ക്ക് നിർത്തിയിട്ടല്ല. എങ്കിൽ ഈ ആയിരക്കണക്കിന് കബറുകൾ എന്തിനാണ് പൊങ്ങിയത്? ആർക്ക് വേണ്ടിയാ? ഏത് അല്ലാഹുവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാ? സാധാരണക്കാരായ നിങ്ങളുടെ പൗരോഹിത്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ശൈഖിന്റെ അടുത്ത് വന്നിട്ട് കാണണം, ഈ തങ്ങളെ വന്നിട്ട് കാണണം, ഈ തങ്ങളെ നിങ്ങൾ വിളിക്കണം, ഈ തങ്ങളെ വിളിക്കലും പിടിക്കലൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിഷ്പക്ഷമായി ഞാൻ ഈ പറഞ്ഞ അൽ ഖിലാഫത്തു വൽ ഹിദായ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സോട് ചോദിക്കും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങളെ പൂർത്തിയാക്കലുമായി ഇടയ്ക്ക് വേറെ ഒരാളെയും പരിഗണിക്കുന്നില്ല. ആദർശത്തെ പരിഗണിക്കാതെ തന്നെയാണ് എല്ലാവരും ആവശ്യം അല്ലാഹ് പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ മകൾക്ക് പുതിയാപ്പള്ളം കിട്ടുന്നു, ഒരു ഹിന്ദുവിന്റെ മകൾക്ക് അല്ലാഹ് പുതിയാപ്പള്ളം കൊടുക്കുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൾക്ക് അല്ലാഹ് പുതിയാപ്പള്ളം കൊടുക്കുന്നു. അവനിക്ക് ഈറ്റാക്കുട്ടി കാര്യത്തിൽ ഒന്നും വിശ്വാസമില്ല, അവനുക്കും അല്ലാഹ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് മാത്രം നമ്മളെ കുട്ടിക്ക് പുതിയാപ്പള്ളം കിട്ടാൻ മാത്രം ഏതെങ്കിലും മരിച്ചുപോയാളെ സഹായം വേണം എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു മുസ്ലിമീങ്ങളോട് കാണിക്കുന്ന ക്രൂരതയും മറ്റുള്ളവരോട് കാണിക്കുന്ന മതേതരത്വവുമല്ലേ? ഇതിനേക്കാൾ വലിയ ആരോപണം വേറെ എന്താ? അല്ലാഹുവിന്റെ മേൽ ഈ കള്ളം ആരോപിക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാ? എന്താണ് ഇവിടെ അക്രമം? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഷീ പുരോഹിതന്മാർ, ഷീ പണ്ഡിതന്മാർ ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മുസ്ലിമീങ്ങളോട്, നമ്മൾ എന്ന് പറഞ്ഞാൽ പാപികളാ, നമ്മൾ തെറ്റ് ചെയ്ത് കുറ്റങ്ങൾ ചെയ്തവരാ, നമുക്ക് നേർക്ക് നേരെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ യോഗ്യതയില്ല, അള്ളാഹു താല പവർശേഷനാ, നമ്മളൊക്കെ 5 10 ബൾബുകളാ, അതുകൊണ്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതാകെ തങ്ങളെ സമീപിക്കണം, ഒരു ശൈഖിനെ സമീപിക്കണം. അത് ട്രാൻസ്ഫോമറുകളാണ്, അവരിലൂടെ വേണം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ. ഒന്നിക്കൽ ഒരു നബിയിലൂടെ, അല്ലെങ്കിൽ ഒരു റസൂലിലൂടെ, അല്ലെങ്കിൽ ഒരു ശൈഖിലൂടെ, അല്ലെങ്കിൽ ഒരു വലിയിലൂടെ, അല്ലെങ്കിൽ ഒരു ദീവിയിലൂടെ, അല്ലെങ്കിൽ ഒരു ബാവയിലൂടെ, അല്ലെങ്കിൽ ഒരു ശൈഖുനായിലൂടെ, അല്ലെങ്കിൽ ഒരു മൗലാനായിലൂടെ ആണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധപ്പെടരുത്, എന്നെങ്കിലേ കിട്ടുള്ളൂ. ചോദിക്കട്ടെ ഞാൻ, എങ്കിൽ മുസ്ലിം നിങ്ങൾ ചോദിക്കുന്നവരോട്, എങ്കിൽ ഹിന്ദുക്കളെ കാര്യങ്ങൾ നടത്താൻ അവരാരെയാണ് ഇടക്ക് വെച്ചത്? ക്രിസ്ത്യാനികളുടെ കാര്യം നടത്താൻ അവരാരെയാണ് ഇടക്ക് വെച്ചത്? പോട്ടെ, കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യം അല്ലാഹ് നടത്തി കൊടുക്കുകയല്ലേ, അവരാരെയാണ് ഇടക്ക് വെച്ചത്? തങ്ങളെ നമ്മളെ കാര്യം നടത്താൻ മാത്രം അല്ലാഹ് ആള് വേണം, മറ്റുള്ളവന്റെ കാര്യം നടത്താൻ ആള് വേണ്ട. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പൊരുത്തക്കേടാണോ അത്? നിസ്കരിച്ചതിന്റെ ശിക്ഷയാണോ അത്? നോമ്പ് നോച്ചതിന്റെ ശിക്ഷയാണോ അത്? അവന്മാർ അതൊന്നും ചെയ്യാതെ തന്നെ അല്ലാഹ് നടത്തി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്താലും നമുക്ക് ഈ ജാറത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ അല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നതിലുള്ള അർത്ഥം എന്താണെന്ന് അനുയായികൾ പുരോഹിതന്മാരോട് ചോദിക്കട്ടെ. ഇവിടെയാണ് വിഷയം, ഇവിടെയാണ് വിഷയത്തിന്റെ കാതൽ. ഞാൻ ഇത്ര വിഷമിച്ച് ആവശ്യവും ഖിലാഫത്തും പറയാൻ കാരണം ഇതാണ്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കുറെ ആയത്തുകളും കുറെ ഹദീസുകളും ഇതൊന്നും ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. നിങ്ങളുടെ സ്വയമനസ്സാരെ ഒന്ന് ചിന്തിച്ചു നോക്കി. നൂറുകണക്കിന് ജാറങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കി, ആ ജാറത്തിന് ആത്മീയ ദാഹം തീർക്കാൻ മാത്രം നിഗൂഢതകൾ പെയിന്റിംഗ് കൊണ്ടും മറ്റും ഉണ്ടാക്കി, എന്നിട്ട് പൗരോഹിത്യം പൂജാരിമാരായി നിന്ന് പാവപ്പെട്ട സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ, പാവപ്പെട്ട സാധാരണക്കാരന്റെ വിവരക്കേടിനെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ശേഷി ഉണ്ടാക്കി ആർത്തിയും അലച്ചയും തീർത്ത് ജീവിച്ച് ഇവിടത്തെ ഭരണകൂടത്തെ സപ്പോർട്ടും ചെയ്ത് ജീവിക്കാൻ നിങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഈ 1,000 ജാറങ്ങൾ? കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യം അല്ലാഹ് ജാറങ്ങളിലൂടെ അല്ലല്ലോ നടത്തി കൊടുക്കുന്നത്, നേരിട്ടാണല്ലോ നടത്തി കൊടുക്കുന്നത്. ഇതാണ് മുസ്ലിം ഉമ്മ, പ്രത്യേകിച്ച് അന്ത്രോത്ത് ദ്വീപിലെ സഹോദരന്മാർ പ്രഥമമായി ചിന്തിക്കേണ്ട ഒരു ചിന്താവിഷയം. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ്
ഹിദായത്തിന്റെ അനുബന്ധ കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. അള്ളാഹു ഇൽമിൽ ബർക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർദുമായ അഅ്മാലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ താക്കത്തും കുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ ചിലർ ആശുപത്രികളിലാണ്, ചിലർ വീടുകളിലാണ്. പ്രത്യേകിച്ചിട്ട് നേരത്തെ ആ മൗലവി സുഹൃത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ പള്ളിയുടെ അയൽവക്കക്കാരൻ ഓപ്പറേഷൻ കാത്തിരിക്കുന്ന ആ സുഹൃത്ത്, എല്ലാവരും പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. ചെറിയ കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ. അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്കത്തരം രോഗം അള്ളാഹു തആല നമുക്കത്തരം രോഗങ്ങളൊന്നും തരാതെ കാക്കുകയും നമുക്ക് ഈ തന്ന ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മുടെ ഗർഭിണികൾക്ക് സുഖപ്രസവവും ആഫിയത്തും അള്ളാഹു ഔദാര്യം കൊണ്ട് നസീബാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പുപ്പുമാർ ബർസഖിന്റെ ലോകത്താണ്, കാത്തിരിപ്പിന്റെ ലോകത്ത്. ചിലർ അള്ളാന്റെ അടുത്ത് നല്ല റാഹത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. മറ്റ് ചിലർ എന്തോ കാരണത്താൽ വളരെ അകലത്തിലും ദൂരത്തിലും വിഷമത്തിലും പ്രയാസത്തിലുമാണ്. എല്ലാരെയും അള്ളാഹു അവന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരോടൊപ്പം ഔദാര്യം കൊണ്ട് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിൽ എത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ എത്താനും അള്ളാഹു നമ്മുടെ തൗഹീദിന്റെ, ഷഹാദത്തിന്റെ, അമാനത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് അവന്റെ അടുത്ത് അഹ്ലുള്ളയായി കഴിഞ്ഞുകൂടാൻ, അതും അബദുൽ ആബാദ് കഴിയാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിനു മുമ്പ് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.